കഴിയുണ്ട്. എന്താ 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 സ്ലിപ്പായി കൂടെ? क्या समझ गया? क्या दूसरा कोई नहीं मिला? क्या अपने बाप को नहीं मिला के पास? എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിഞ്ഞില്ലല്ലോ. ഏത് വാർഡാണെന്ന് പറഞ്ഞില്ലല്ലോ മോളെ. ഇതെവിടെയാണ് സ്ഥലം? काम भाग रहा हो, चलो ले जाओ। खाना हिलो मत। ₹2,00,000 കാഴ്ചക്കൊണ്ട് പോരെ. ഇവിടുത്തെ ഡോക്ടർ രാജൻ നായർ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലുള്ള മരുന്നൊന്നും ഇല്ലെന്നാ. അതെ, അമേരിക്കയിലുള്ള പല മരുന്നുകളും ഇവിടുത്തെ ഡോക്ടർമാർക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ കാശുള്ളവരൊക്കെ അവിടെ പോയി ചികിത്സിക്കുന്നത്. അതെ അതെ, ഈ രാജൻ ഡോക്ടർക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല. ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തയച്ചിരിക്കുക. അല്ല, അപ്പോ ഈ മരുന്ന് എപ്പോഴെത്തും? അത് കാലത്ത് അവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. രാത്രിയാവുമ്പോ എത്തും. ഇവിടെ കിടക്കേണ്ട കാര്യമില്ല. വേണ്ട, മരുന്ന് വരുന്നവരെ എന്റെ ഒരു സമാധാനത്തിൽ കുഞ്ഞിന് ഇവിടെ കിടക്കണം. പെട്ടെന്ന് ഒരാവശ്യം വന്ന ഡോക്ടറും ഗോപിയൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. തമ്പുരാനെ, ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം എന്താണെന്ന് ഞാൻ പറയട്ടെ. ആരാത്? ഞാനാ പൊതുവാൾ. ആ വടിയെവിടെ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പ് വരരുതെന്ന്. നീ എന്താ ഇവിടെ? ഇയാള് കള്ളുകൂടി മാറ്റാനുള്ള ചികിത്സ നടത്തുക. തമ്പുരാനെ, ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം പറയാൻ എനിക്ക് ഇത്തിരി സമയം തരുമോ? എന്ത് തെണ്ടിത്തരം? ഇയാൾ ചികിത്സ നടക്കുന്നതിനിടയിൽ ആശുപത്രിയിൽ ഒളിച്ചു അത് കണ്ടുപിടിച്ച ഡോക്ടർമാർ ഇയാളെ പിടിച്ച് പുറത്താണ്. ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം അതൊന്നും അല്ല. ഇവിടെ 2 പേരുണ്ട്. ഓ, തുടങ്ങി. തമ്പുരാനെ, എന്നെയും ചേർത്ത് ഇവിടെ 4 പേരുണ്ട്. ഉണ്ട്. തമ്പുരാനെ, നമ്മൾ 2 പേരും അല്ലാതെ ഇവിടെ വേറെ 2 പേരുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. മനുഷ്യൻ ഇവിടെ തീ പിടിച്ച് നിൽക്കുമ്പോഴാ. തമ്പുരാനെ, ഞാൻ പറയുന്നു. പോടോ പുറത്ത്. തമ്പുരാനെ, പിടിച്ച് പുറത്താക്കിയാളെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ 2 പേരുണ്ടെന്ന്. അപ്പൊ കാര്യം കഴിക്കാതെ പറയുന്നത്. ഗോപി എവിടെ? ഗോപി, ദാ ഈ ചെക്ക് കൊണ്ടുപോയി. വേണ്ട, പണം അയക്കണ്ട. മരുന്നെത്തി. ഇത് എവിടുന്ന് കിട്ടി? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എന്നോടൊപ്പം പഠിച്ചതാ. ആ കുട്ടിക്കും ഇതേ അസുഖം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് അന്വേഷിച്ചതാ. അപ്പൊ അവളുടെ കയ്യില് ഈ മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഈശ്വരൻ പിന്നെയും രക്ഷിച്ചു. ഏതായാലും നമുക്ക് ചെക്ക് അയച്ചു കൊടുക്കാം. ഓർഡർ ചെയ്ത മരുന്ന് വരട്ടെ. ബോധം കിട്ടുമ്പോ ഇനി ഉപയോഗിക്കാമല്ലോ. അത് ഞാൻ വേറെ ഓർഡർ ചെയ്തു. ഒരു 10-20 പ്രാവശ്യം ബോധം കിട്ടാനുള്ളത് ഒരുമിച്ച് കൊണ്ടുവരും. വില ഇതിന്റെ പകുതിയാവുള്ളൂ. ചീപ്പാണല്ലേ? പക്ഷെ ഇത്ര ചീപ്പാവെന്ന് കരുതിയില്ല. ഏതായാലും നന്നായി. കാര്യം നടന്നു, കാശും ലാഭിച്ചു. ഇനിയിപ്പോ വേഗം കുഞ്ഞുണ്ണിക്ക് ഇത് കൊടുക്കാനുള്ള ഏർപ്പാടാക്കുക. നിന്റെ അമ്മായി അപ്പന്റെ ഭൂസ്വത്തൊന്നും അല്ലല്ലോ ഇത്. ആ സമയത്ത് അവളുടെ അമ്മയെ കെട്ടിക്ക് അമേരിക്കയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്നിരിക്കുന്നു അഹങ്കാരി. അങ്ങനെ ഈ പാവങ്ങളെ പറ്റിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ ആരുടെ മദർ തെരേസ? ഇവളവിടെ അമ്മൂമ്മ, ഗ്രാൻഡ് മദർ തെരേസ. ഇവളെ ചെകുത്താൻ പെൺവേഷം കെട്ടി വന്നിരിക്കുക. എന്നിട്ട് സത്യം ധർമ്മം പ്രസംഗിക്കുന്നത് കള്ളി. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല, നീ എന്നെ എന്ത് ചെയ്യും? പിടിച്ച് മൂക്കി കെട്ടിക്കളയോ? അധികം ഞെളിയിലെ പെണ്ണാണെന്ന് ചെയ്യണമെന്നറിയോ? കാലെ പിടിച്ച് നിലത്തടിച്ചിട്ട് ഒരു കാലം ചവിട്ടി പിടിച്ച് മറ്റേ കാലം വാഴപ്പോള കീറുന്നതൊക്കെ പടപട വലിച്ചു കീറണം. എന്നിട്ട് ആ കാലെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അത് കത്തിച്ചിട്ട് അതിന്റെ ചാരം എടുത്ത് ഇവിടെ അണ്ണാക്കിനകത്തോട്ട് തുടരുത്. എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് നടക്കും വരെ തന്നെ ഇവനെ ഞാൻ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ നിന്റെ ഉദ്ദേശം എന്തോ ഞങ്ങൾക്കറിയാം. നീ നാറിയാണെങ്കിൽ ഞങ്ങൾ പല നാറികളാണ്. നീ ആ കിളവന്റെ കിളവയുടെ മുമ്പിൽ ശീലാവായി സമയുന്നത് ഇവിടുന്ന് ആ പെട്ടി പണം അടിച്ചോണ്ട് പോയല്ലടി. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ച എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ, കാണിച്ചു തരാം. കള്ള കൂട്ടങ്ങളാ മൂന്നും. ഞങ്ങള് പലപ്പോഴും പറഞ്ഞപ്പോ വിശ്വാസമായില്ലല്ലോ. വാ, കാണിച്ചു തരാം. അവസാനം അല്ലല്ലോ അത് തന്നെയാ. ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവൾ ഈ ജീൻസും കോപ്പും ഇട്ടിരിക്കുന്നവള് കുടുംബത്തിൽ കാര്യമില്ല. ഇവൾ ഇംഗ്ലീഷ് പറഞ്ഞ എന്തോന്ന് മനസ്സിലായി? തൊലിപ്പുറത്തെ വെളുപ്പമുള്ള ഇവളുടെ സ്വഭാവം തനി ചന്തയാ. ഞാൻ കേട്ടില്ല. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. സംസ്കാരം ഇല്ലാത്ത ഇവനോട് സംസാരിക്കാൻ ഞാനില്ല. നീ എന്റെ കയ്യിലുണ്ടടി സംസ്കാരം. നിനക്ക് കാണണോടി സംസ്കാരം? കാണണോടി? നിനക്ക് കാണിച്ചിടാടി സംസ്കാരം. സംസ്കാരം കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്റെ സംസ്കാരം ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നെ അടിച്ചാ അടുത്ത കാണിക്കേ.
അടുത്ത ആരെയാ? ഹൈ 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 പറ ബാക്കി ഡയലോഗ് ബാക്കി ഡയലോഗ് ഡാൻസ് കഴിഞ്ഞ് മതി. എന്താ ഇവിടെ നടക്കുന്നത്? അത് ഞങ്ങളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യായിരുന്നു. അച്ഛമ്മയുടെ സപ്തതിക്ക് ഡാൻസ് പ്ലാൻ ചെയ്ത പോലെ ഒരു പിക്നിക്ക്. അതിനാണോ പരസ്പരം ചീത്ത വിളിച്ച് വഴക്കുണ്ടാക്കിയത്? അല്ല, അത് പിന്നെ പിക്നിക്കിന്റെ ഭാഗം ഒരു ചെറിയ നാടക. ഇത് ഞങ്ങള് ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കളിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സായിപ്പന്മാരും മുണ്ടെടുത്ത് വായില് വെച്ച എങ്ങനെ എങ്ങനെ ഓക്സ്ഫോർഡിലെ സായിപ്പന്മാര് മുണ്ടെടുത്തോണ്ട് നടന്നു? ഓക്സ്ഫോർഡിലെ സായിപ്പന്മാര് മുണ്ടെടുത്തോണ്ട് നടന്നോ? എന്തിന്? ആര്? സായിപ്പന്മാര്. അത് മലയാള നാടകം കാണണമെങ്കിൽ മുണ്ടെടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ സായിപ്പന്മാർ. ഓ, സായിപ്പന്മാർക്ക് മലയാളം മനസ്സിലാവും. ആരുടെ? സായിപ്പന്മാർക്ക് മലയാള നാടകം മനസ്സിലാവുമോന്ന്? ആക്ച്വലി എന്താണ് പറയണെന്ന് മനസ്സിലായില്ല. നാടകം ഇംഗ്ലീഷിൽ തന്നെ ആയിരുന്നു. അത് തർജ്ജമ ചെയ്ത് മലയാളത്തിൽ കളിച്ചോണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ വന്നത്. അല്ലാതെ ഇവിടെ വഴക്കിനൊന്നും അല്ലായിരുന്നു. സംശയം എല്ലാം തീർന്നല്ലേ? ഞാനങ്ങ് പേടിച്ചു. ഇവര് വന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി. മണ്ട ശിരോമണികള്. ആ, നടക്കട്ടെ നടക്കട്ടെ. നീ ഇപ്പൊ പോ. എന്താടി ചെറിയണേ? മേലെ ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാൻ വന്ന നിന്റെ പൂച്ചക്കൊണ്ട് കൊത്തിപ്പറിച്ച് കോഴിക്കിട്ട് കൊടുക്കും. ഇവളുടെ ടൈം കൊള്ളാം. അല്ലെ പൊട്ടക്കണ്ണൻ. പൊട്ടക്കണ്ണൻ മാവേലറിഞ്ഞപ്പോ മാവും മാങ്ങയും ചക്കയും തേങ്ങയും കൂടെ താഴേക്ക് വീണു. എന്റെ ചങ്ക് പൊട്ടിപ്പോയി തങ്കമ്മേ, തങ്കമ്മേ, എന്റെ ചങ്ക് പൊട്ടിപ്പോയി തങ്കമ്മേ. തങ്കമ്മയോ? അതാരാ? അത് നമ്മളിപ്പോ ഈ കളിച്ചോണ്ടിരിക്കുന്ന നാടകത്തിലെ നായിക തങ്കമ്മ. എടീ, നിന്റെ വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചു മാറ്റി നല്ല ചാട്ടവാറുകൊണ്ട് പ്ലാച്ച് പ്ലാച്ച് എന്ന് അടിച്ചു നിന്റെ. അതെ അതെ അതെ, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്തരം സംഭാഷണവും നാടകവും ഒക്കെ. പിക്നിക് എന്ന് പറയുമ്പോൾ വല്ല ആട്ടോ പാട്ടോ ഒക്കെയാണ് നല്ലത്. അത് മതി.